PPAG 171-ന്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണയുള്ള ഇംഗ്ലീഷോ മറ്റൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കോർ സബ്ജക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന കോഴ്സുകളിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റ് സ്റ്റഡീസ് പോലെയുള്ള വിഷയങ്ങൾ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ടോട്ടൽ യൂണിറ്റിനെ നമുക്ക് ഒരു അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള ഒരു പേപ്പറൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട, നമ്മളൊക്കെ അറിയുന്ന പല കാര്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇത് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആദ്യം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നതിന് ശേഷം ഓരോ ചാപ്റ്ററിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിലപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിൽ ചോദിക്കില്ല, ആ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി കൂടുതൽ ആമുഖം ആവശ്യമില്ല, ജസ്റ്റ് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാൻ തോന്നുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ദുരന്ത നിവാരണം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദുരന്തങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഈ ദുരന്തം എന്ന വാക്കിന് നേരത്തെ ഉണ്ടായിരുന്ന വാക്കിൽ നിന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പം എന്ത് ദുരന്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന പ്രകൃതി ദുരന്തങ്ങളും മറ്റൊക്കെ ആണെങ്കിൽ, ഇന്ന് നമ്മൾ അതിനെ കുറച്ചും കൂടി ഒരു ആഘോഷപൂർവ്വം ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം വാക്കുകൾ എന്ത് ദുരന്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ കൊണ്ടുവരുന്ന ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു അപകടം എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. നമുക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിന്, എൻവയോൺമെന്റിന്റെ ആരോഗ്യത്തിന്, അനിമൽ ഹെൽത്തിനൊക്കെ ബാധിക്കുന്ന ഒരു അപകടം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പം ഇതിനകത്ത് എന്താണ് ഡിസാസ്റ്റർ, അതിന്റെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്ത് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ടാവും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലെ. പ്രകൃതി ദുരന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറെ ഈ എർത്തേക്കും അതുപോലെ തന്നെ ഫ്ലഡും ഡ്രോട്ടും ഇങ്ങനെ കുറെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടാവും. മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ശ്രമഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്, ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ കാണാൻ പറ്റില്ലേ. ഇപ്പൊ എൻഡോസൾഫാൻ ഒരു ഉദാഹരണം പറയണേ, അതൊരു കേരളത്തെ മൊത്തം ബാധിച്ചിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ദുരന്തമായിരുന്നു. കാസർഗോഡും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ ഈ കീടനാശിനി തളിക്കുകയും ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിന്റെ ദുരിതത്തിൽ അകപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ദുരന്തം അല്ലെ. രണ്ടാം ഭോപ്പാൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഭോപ്പാൽ ദുരന്തം ഇതുപോലെ എന്താണ്, മീഥൈൽ ഐസോസൈനേറ്റ് ചോർന്നു പോവുകയും അതിൽ ഈ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് മീഥൈൽ ഐസോസൈനേറ്റ് ചോർന്നു പോയി അതിന്റെ വാതകം അന്തരീക്ഷത്തിലെത്തി 10,000-കണക്കിന് ആളുകൾ മരിച്ച സംഭവം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ്. ഫുക്കുഷിമയിലെ, ജപ്പാനിലെ ഫുക്കുഷിമയിലെ ആണവ റിയാക്ടറിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങൾ, ഇങ്ങനെ ലോകത്തെ നടുക്കിയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളുണ്ട്. 2006 നടന്നിട്ടുള്ള സുനാമി, ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തെ നടുക്കിയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളായിട്ട്, ഭൂമി കുലുക്കങ്ങളായിട്ടും അതുപോലെ തന്നെ ചുഴലിക്കാറ്റുകളായിട്ടും സൈക്ലോണായിട്ടും അതുപോലെ തന്നെ വരൾച്ചയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ, ഫ്ലഡായിട്ടൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെയാണ് അതിനോട് ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത്, എന്താണ് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, പ്രകൃതി പരമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ഇത് തുടങ്ങിയിട്ടുള്ള വളരെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഡിസാസ്റ്റർ എന്നുള്ളതാണ്. മീനിങ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സീരിയസ് ഇവന്റ് കോസിങ് ഡാമേജ്. വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഒരു നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് കാണാൻ പറ്റും. സീരിയസ് ഇവന്റ്സ് കോസിങ് ഡാമേജ്, ഇതാണ് നമ്മൾ ശരിക്കും എന്താണ് ഡിസാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എസ്സേ ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതേണ്ടത് അതിന്റെ ഡെഫിനിഷനാണ്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യന്റെയും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും
ഇതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഈ ഒരു ഒന്നുകിൽ ഒന്നാമത്തത് അല്ലെങ്കിൽ രണ്ടാമത് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ അതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സീരിയസ് ഇവന്റ് കോസിംഗ് ഡാമേജ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് കോമൺ സെൻസ് എ ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ് ദാറ്റ് കോസസ് ഗ്രേറ്റ് ഹാം, ഡിസ്ട്രക്ഷൻ ഓർ ലോസ്. ദിസ് ക്യാൻ റെഫേഴ്സ് ടു നാച്ചുറൽ ഫിനോമിന ലൈക്ക് എർത്ത്ക്വേക്ക്, ഫ്ലഡ് ആൻഡ് വൈൽഡ് ഫയർ. ഇവിടെ സീരിയസ് ഇവന്റ് കോസിംഗ് ഡാമേജ് ഒരു തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ചില ഡാമേജുകൾ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദുരന്തം എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പെട്ടെന്ന് സംഭവിക്കുന്ന, നേരത്തെ നമ്മളോട് ഇങ്ങനെ വിളിച്ചറിയിച്ചിട്ട് ഇന്ന സമയത്ത് സംഭവിക്കും എന്നൊന്നും പറഞ്ഞിട്ടല്ല ഒരു ദുരന്തം ഉണ്ടാവാം. വളരെ വേഗത്തിൽ സംഭവിക്കുന്ന, ഒരു ദിവസം എന്ത് ചെയ്യുന്നു, അതിതീവ്രമായ മഴ പെയ്യുന്നു. സ്വാഭാവികമായിട്ടും രാവിലെ ഒരു പ്രശ്നമില്ലാതെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ നാടൊക്കെ നഗരവും ഒക്കെ വെള്ളത്തിൽ മുങ്ങുന്നു. ഇതാണ് ശരിക്കും ഒരു സഡൻ ഇവന്റ് എന്ന് പറയുന്നത്. ദാറ്റ് കേസസ് ഗ്രേറ്റ് ഹാം, വളരെ വലിയ പ്രത്യാഘാതങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു, വളരെ വലിയ നാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രക്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നശിച്ചു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത് പലപ്പോഴും എന്തായിരിക്കും? ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിട്ടാണ് സംഭവിക്കുക. ഒരു പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? എർത്ത്ക്വേക്കും അതുപോലെ തന്നെ ഫ്ലഡ് എന്നൊക്കെ പറയുന്ന എന്താണ്? അതിന്റെ എക്സാമ്പിൾസ് ആണ്. വൈൽഡ് ഫയർ എന്ന് പറയുന്നത് കാട്ടുതീ, ഇതൊക്കെ എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഫുക്കുഷിമ പോലെയുള്ള ഒരു ദുരന്തത്തെയൊക്കെ വേണമെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതിനകത്തും ചില എക്സാമ്പിളുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. രണ്ടാമത്തെ മീനിങ് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. മേജർ ഫെയിലിയർ ഓർ misfortune. അതായത് ഡിസാസ്റ്റർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് മോർ ബ്രോഡ്ലി ടു ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ ദാറ്റ് എക്സ്ട്രീംലി അൺഫോർച്ചുനേറ്റ്, അൺസക്സസ്ഫുൾ. ഇനി രണ്ടാമത് പറയുന്നത് മേജർ ഫെയിലിയർ ഓർ മിസ്ഫോർച്ചുനേറ്റ്, അതായത് മിസ്ഫോർച്യൂൺ, അതായത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്തായിരിക്കും? ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. സിറ്റുവേഷൻ ദാറ്റ് എക്സ്ട്രീംലി അൺഫോർച്ചുനേറ്റ് ഓർ അൺസക്സസ്ഫുൾ, ഒരു വിജയകരമല്ലാത്ത അല്ലെങ്കിൽ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് പറയാം. മേജർ ഫെയിലിയറിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഡിസാസ്റ്റർ എന്ന വാക്കിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ എന്ന വാക്ക് commonly നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? is a sudden event that causes great harm, destruction or loss. This can refers to natural phenomena like earthquake, flood. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഡിസാസ്റ്റർ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് നിങ്ങൾ ഏത് എസ്സേ എഴുതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ ചാപ്റ്ററിനകത്ത് നിന്ന് എന്ത് എസ്സേ വരികയാണെങ്കിലും നിങ്ങൾ എഴുതേണ്ടത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിസാസ്റ്റർ ക്യാൻ ഇവിടെ നിന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ഇൻ ഇറ്റ്സ് മോസ്റ്റ് കോമൺ സെൻസ് എ ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവന്റ് എന്ന് തുടങ്ങുന്ന ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വേണമെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കാം. ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇമ്പാക്ട് ഉണ്ടാകുന്നത്? ഇതൊന്നും നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കണം എന്നില്ല. ശരിക്കും നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരു നാട്ടിൽ ഒരു ഫ്ലഡ് ഉണ്ടാകുന്നു, ഒരു ഡ്രോട്ട് ഉണ്ടാകുന്നു, എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നു, ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ വരൾച്ചയൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? എക്സാമുകളിൽ ശരിക്കും നമ്മൾ ഇരുന്നിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണുള്ളത്, ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്, ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. നമ്മൾ അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണ് ഇത്തരം സബ്ജക്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ, എനിക്ക് തോന്നുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പം ദ ഫോളോയിങ് ആർ ദ റിലേറ്റഡ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പം അത് എഴുതാൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ദുരന്തം എന്ന് പറയുന്നത് ഒരു എന്താണ്, ഭൂമി കുലുക്കമാണ് എന്നാണെങ്കിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? അപ്പൊ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നതാണ് ഒരു നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മൾ വളരെ സാധാരണമായിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയാണ്. ഈ ജീവിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ആ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ? നമ്മള് കുറെ കാലങ്ങൾ 5 വർഷം 6 വർഷമൊക്കെ എടുത്തുകൊണ്ട് വലിയ വീടുകൾ ഉണ്ടാക്കുന്നു, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഭൂമി കുലുക്കം വരുന്നു, നമ്മുടെ വീടുകൾ എല്ലാം നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങുകൾ മുഴുവൻ നശിച്ചു പോകുന്നു, ഇങ്ങനെ തകർന്നു പോകുന്നു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് നോർമൽ ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പം ആ നോർമൽ ലൈഫ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ നോർമൽ ലൈഫ് പാറ്റേൺ മാത്രമല്ല, ജീവിതങ്ങൾ തന്നെ നശിച്ചു പോകില്ലേ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും. ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടും, പ്രോപ്പർട്ടി നഷ്ടപ്പെടും, നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടും, ജീവനുകൾ നഷ്ടപ്പെടും, ലൈഫ് പാറ്റേൺ നഷ്ടപ്പെടും, സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹ്യപരമായിട്ടുള്ള ഘടനയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ. കുറെ ആളുകൾക്ക്, കമ്മ്യൂണിറ്റികൾക്ക് എന്ത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് ബേസിക് നീഡ്സ് തന്നെ നഷ്ടപ്പെടും. ചില ആളുകളുടെ വീടുകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, ചില ആളുകൾക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും, വലിയ രൂപത്തിലുള്ള മെഡിക്കൽ ഹെൽപ്പ് ആവശ്യം ഉണ്ടാവും. ഇതൊക്കെയാണ് എന്ത് ഒരു ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായിട്ടുള്ള ടെക്സ്റ്റിൽ പറഞ്ഞത്, അതിന്റെ ഓർഡർ എന്താണ്, എങ്ങനെ പഠിക്കണം, ഈ രൂപത്തിലേക്ക് ആലോചിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോന്റെ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ ആലോചിക്കണം, ഒരു ദുരന്തം, ഒരു ഭൂമികൾക്കുണ്ടായി, എന്താണ് അവിടെ സംഭവിക്കുക. അപ്പൊ അവിടുത്തെ നോർമൽ ലൈഫ് പാറ്റേൺ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടും, ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി നഷ്ടപ്പെടും, ലോസ് ഓഫ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ എക്കണോമിക്, സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമൂഹ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആളുകൾക്ക് ഒരുപാട് നീഡ്സ് ഉണ്ടാവും. ആ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് നീഡ്സ് എന്നാണ് പറയാം. ഹ്യൂമൻ ബീങ്സിന്റെ ബേസിക് നീഡ്സ് എന്താണ്? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇതാണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് നീഡ്സ് നമുക്ക് ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പ്. എപ്പോഴും നമുക്കറിയാം, ഏത് ഡിസാസ്റ്റർ ഉണ്ടെങ്കിലും ആദ്യം അവിടെ എത്തിക്കേണ്ടത് മെഡിക്കൽ ഹെൽപ്പ് ആയിരിക്കും, ആളുകളെ വേഗത്തിൽ തന്നെ ഇതാക്കാനുള്ളത്. അപ്പം ഇതാണ് ഒരു മിനിമം ലെവൽ അവിടെ സംഭവിക്കാനുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുക, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പലസ്തീനിലെയും ഗസയിലേക്ക് കുട്ടികളെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട്, ദുരന്തം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള സൈക്കോളജിക്കൽ ട്രോമയാണ്. മാനസികമായിട്ട് വലിയ രൂപത്തിൽ. ഇപ്പൊ ഒരാൾ വലിയ കാലങ്ങൾ എടുത്തുകൊണ്ട് അയാൾ വീടുകൾ ഉണ്ടാക്കുന്നു, അയാൾ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, തൊഴിൽപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഒറ്റ ദുരന്തം വരുന്നതോടുകൂടെ അതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ മാനസികമായിട്ട് തളരുകയോ. അപ്പം മാനസികമായിട്ടുള്ള ഒരു ട്രോമ അയാളെ പിടികൂടുന്നു. ദെൻ ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുന്നു, നമ്മുടെ തൊഴിൽ, ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ട്രാൻസ്പോർട്ട്, ഈ ഗതാഗത സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, ഇവിടെ നിയമങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ എല്ലാം ഡിസോർഡർ ആകുന്നു. എപ്പിഡമോളജിക്കൽ ത്രെറ്റ്സ് എന്ന് പറയുന്നത് ഈ പകർച്ചവ്യാധികളും മറ്റുമൊക്കെ എന്ത് ചെയ്യും, ഈ ഇതിനകത്തൂടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ദെൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളില്ല, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടാവും. ചില ആളുകൾ പൂർണ്ണമായിട്ടും അത്തരം ഒരു ഭൂമിയിൽ നിന്ന് തന്നെ ലെഫ്റ്റ് ആയിട്ട് ഒരു ലോങ് ടേം മൈഗ്രേഷന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിക്കാൻ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട്, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോയിട്ടൊക്കെ ജീവിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ടോട്ടൽ ഒരു ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു എസ്സേ എഴുതാൻ നമുക്ക് ഇത് മാത്രം മതി. ഇപ്പം നോർമൽ ലൈഫ് പാറ്റേൺ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എഴുതിയിട്ട് പോകണം. ഇതൊക്കെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ടാണുള്ളത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതൊരു എസ്സേ ടൈപ്പിലേക്ക് ഇതിനെ മാറ്റണം. ഇഗ്നോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ നമ്മളൊക്കെ. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഡെയിലി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യനെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയല്ലേ, അതായിരിക്കും ഏറ്റവും നല്ലത് പരീക്ഷ എഴുതാൻ. നമ്മൾ ഒരുപാട് കാണാതെ പഠിച്ച് പരീക്ഷ തലേന്ന് വീണ്ടും അതിങ്ങനെ പഠിച്ച് അവിടെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് എഴുത്ത് നമുക്ക് അങ്ങനെ നീങ്ങൂല. കണ്ടന്റ് ഉണ്ടാവും, ചിലപ്പോൾ എഴുതാൻ പറ്റൂല. അപ്പം ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതെടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ, ഓരോ ചാപ്റ്റർ കഴിയുന്നതോടുകൂടെ ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാന സമയത്തേക്ക്, പ്രത്യേകിച്ചും ഡിസ്റ്റൻസ് ആകുന്ന സമയത്ത് നമ്മൾ ഇതിനെ അവസാന സമയത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നീട് നമുക്ക് ഓവർലോഡുകൾ ഉണ്ടാകും. പിന്നെ അത് പഠിച്ചിട്ട് തീരാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോഴെങ്കിലും പല സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. കൊമേഴ്സിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, സയൻസിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. വ്യത്യസ്ത സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് ചിലപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള കുറച്ചും കൂടി ഒരു എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ടേമിലുള്ള ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് അത് ദഹിച്ചോളണമെന്നില്ല. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ടേമിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് അത് അത്രത്തോളം തന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ എക്സാം പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയെടുക്കുക ചെയ്യണം എന്നുള്ളത് ഇത് കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പം ഇതാണ് ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ ആണ് നമുക്ക് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ നമ്മൾ രണ്ട് ടൈപ്പാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് അല്ലെ. അതിനകത്തൊന്ന് രണ്ട് ടൈപ്പാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതിനകത്ത് ഒന്ന് മാൻമേഡ് ഡിസാസ്റ്റർ ആണ്, അതുപോലെ തന്നെ
നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും. ഇനി അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിസാസ്റ്റേഴ്സ്, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് അല്ലെ. അതിനകത്ത് നോക്കൂ, ജലവുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററുകളെയൊക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഫ്ലഡ്, സൈക്ലോൺസ്, അതുപോലെ തന്നെ ഈ ടർണാഡോ എന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുക ചുഴലിക്കാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹെയിൽ സ്റ്റോം, ഈ ആലിപ്പഴം മറ്റൊക്കെ, ക്ലൗഡ് അതായത് ഈ മേഘവിസ്ഫോടനം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയും മറ്റൊക്കെ വരുന്നതിനാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഈ ഹീറ്റ് വേവ്, കോൾഡ് വേവ്, അതുപോലെ തന്നെ ഡ്രോട്ട്, സീ റോഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുനാമി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് എഴുതി വെക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, വാട്ടർ ആൻഡ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ജിയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അതുപോലെ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് 1, 2, 3, 4, 5 5 ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ 5 ടൈപ്പ് ആക്കി തിരിക്കാൻ പറ്റുമെന്ന് എഴുതിയിട്ട് ഓരോന്നും നമ്മളിങ്ങനെ ജസ്റ്റ് വിശദീകരിക്കണം. എന്താണ് ഫ്ലഡ്, എന്താണ് സൈക്ലോൺ, ഇതൊക്കെ ജസ്റ്റ് വളരെ ഒരു വരിയിലോ അര വരിയിലോ ഒക്കെ എഴുതി വിശദീകരിച്ച് പോയാൽ തന്നെ വലിയ എസ്സേ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പം ഫ്ലഡ്, സൈക്ലോൺ, ഇതിന് ഓരോന്നും ഒരു 5 എണ്ണമെങ്കിലും ജസ്റ്റ് പഠിച്ചു വെക്കാം. ഇതിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഫ്ലഡ് നമുക്കറിയാം, വെള്ളപ്പൊക്കം എന്ന് നമുക്കറിയാം. സൈക്ലോൺ, ചുഴലിക്കാറ്റ്. ടൊർണാഡോ നമുക്ക് അത്ര കോമൺ അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ അതിനകത്ത് ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ്, ചുടുകാറ്റും തണുത്ത ശീതക്കാറ്റും ഒക്കെ നമുക്ക് കേട്ടുപരിചയമുണ്ടാവും. ദെൻ ഡ്രോട്ട്, വരൾച്ച നമുക്ക് കേട്ടുപരിചയമുണ്ട്. സുനാമി, ലൈറ്റ്നിങ്, ഇടിമിന്നൽ, സുനാമി. 6 എണ്ണം നമുക്ക് കൃത്യമായിട്ട് ഇതിന് എഴുതാൻ പറ്റും. ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സബ്ജക്ട് പഠിക്കൊന്നും വേണ്ട. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. ആ ടൈപ്പുകൾ, ആ ഹെഡിങ്ങുകൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ഹെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കാൻ പറ്റും, ജലവുമായി ബന്ധപ്പെട്ട്, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസാസ്റ്റർ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ വെള്ളപ്പൊക്കം അതിന്റെ ഭാഗമാണ്, സൈക്ലോൺ ചുഴലിക്കാറ്റ് അതിന്റെ ഭാഗമാണ്, അതുപോലെ തന്നെ ഈ മേഘവിസ്ഫോടനം അതിന്റെ ഭാഗമാണ്, ചൂടുകാറ്റ് ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ് അതിന്റെ ഭാഗമാണ്, ദെൻ വരൾച്ച അതിന്റെ ഭാഗമാണ്, സുനാമി അതിന്റെ ഭാഗമാണ്, ഈ ഇടിമിന്നൽ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് വളരെ കോമൺ സെൻസോടുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ദെൻ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ജിയോളജി പറഞ്ഞാൽ ഒരു ഭൗമാന്തര ഭാഗം അല്ലെങ്കിൽ ഭൂമി എന്ന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കോളും. ജിയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ഭൂമിയുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററുകൾ. അങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഭൂമി കുലുക്കം, ആ പേരിൽ തന്നെ എർത്ത് ക്വേക്സ്. അതുപോലെ തന്നെ ഡാം ഫെയിലിയർ, ഒരു ഡാം തകർന്നു, അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഭൂമിയിൽ വെള്ളത്തെ കെട്ടി നിർത്തുന്ന ഈ ടണലുകളാണ് ഡാമുകൾ എന്ന് പറയുന്നത്. അതുപോലെ ലാൻഡ് സ്ലൈഡ്സ്, ഭൂമിയിലെ മലകളിലും ഒക്കെ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്ന, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോസ്. ചെളിയും മറ്റോ ഒഴുകി വരുന്നതിനെയാണ് നമ്മള് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പം 3 കാര്യം, ഇത് 3 നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ലാൻഡ് സ്ലൈഡ്സ് അറിയാം, ഉരുൾപൊട്ടൽ, എർത്ത് കേക്ക്, ഭൂമി കുലുക്കം. ദെൻ ഡാം ഫെയിലിയർ, ഡാം ബേസ്റ്റ് എന്ന് പറയുന്നത് ഡാം തകരുക എന്നുള്ളതാണ് അതിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ഇതിന്റെ ഹെഡിങ് ആണ് കുറച്ച് വലിപ്പമുള്ളത്, അതിനകത്താകെ 2 എണ്ണേ പറയുന്നുള്ളൂ. അപ്പം ഹെഡിങ്ങുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇതിങ്ങനെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ എന്ന് എഴുതുമ്പോൾ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂടി എടുത്ത് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇങ്ങനെ കുറച്ചും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ എഴുതണം. അതുപോലെ തന്നെ ആ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന് 6 എണ്ണം നമുക്ക് നേരത്തെ നമ്മൾ കോമൺ ആയിട്ട് 6 എണ്ണം പറഞ്ഞു, 6 എണ്ണം എടുത്ത് എഴുതാം. ദെൻ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതിന് ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്സ് ആൻഡ് ഡാം ഫെയിലിയർ, ഇതും നമുക്ക് എഴുതാൻ പറ്റും. ദെൻ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അത് ആ പേര് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് അതിന് ഡിസാസ്റ്റർ ആക്കി മാറ്റാൻ പറ്റും. കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്, അത് സ്വാഭാവികമായിട്ടും വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന രാസപരമായിട്ടും അതുപോലെ തന്നെ വ്യാവസായികപരമായിട്ടൊക്കെ നടക്കുന്ന ദുരന്തങ്ങൾ. ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ്, ന്യൂക്ലിയർ ദുരന്തങ്ങൾ, അത് ന്യൂക്ലിയർ എന്താണ് റിയാക്ടറുകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കാട്ടുതീകൾ, അതുപോലെ ഫോറസ്റ്റ് ഫയർ പറയാം,
അർബൻ ഫയർ പറയാം, മൈൻ ഫയർസ്. മൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഖനന ഏരിയയിൽ നടക്കുന്ന തീപിടുത്തങ്ങൾ, അർബൻ ഏരിയയിൽ നടക്കുന്ന തീപിടുത്തങ്ങൾ, കാട്ടിൽ ഫോറസ്റ്റ് ഏരിയയിൽ നടക്കുന്ന തീപിടുത്തങ്ങൾ, മൈൻ ഫ്ലഡിങ്, അതായത് ഈ ഖനന പ്രദേശത്ത് നടക്കുന്ന വെള്ളപ്പൊക്കങ്ങൾ, ഓയിൽ സ്പിൽ, ഓയിലുകൾ ചോർന്നു പോകുന്ന അവസ്ഥയാണ്, മേജർ ബിൽഡിംഗ് കൊളാപ്സ്, വലിയ ബിൽഡിങ്ങുകൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സംഭവിക്കുന്ന, വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു ബിൽഡിംഗ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തകർന്നു പോകുന്നു. അതുപോലെ ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ഒരു വലിയ ആഘോഷം നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു ദുരന്തം, ഏതെങ്കിലും വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവിടെ എന്തോ ഒരു ദുരന്തം നടക്കും. അപ്പോൾ അതെന്താണ് ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ഇലക്ട്രിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പം അതൊക്കെ വേഗത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ. ഒരു നമുക്ക് ഷോക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നിച്ച് ഷോക്ക് അടിക്കുന്നു. ഇതൊക്കെ എന്താണ് ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ട് സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, എന്താണ് സ്ഫോടന പരമ്പരകൾ, ഇതൊക്കെ അതിൽ എന്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ചില ഡിസാസ്റ്ററുകളാണ്. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ പറയാം, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീകൾ, അർബൻ ഫയർ, മൈൻ ഫയർ, ഇത് മൂന്ന് നമുക്ക് ഒരേ രൂപത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ അതിൽ പറയുന്നത് ഓയിൽ സ്പിൽ, നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ബോംബ് ബ്ലാസ്റ്റ് നമുക്കറിയാം, സ്ഫോടന പരമ്പരകൾ, ബിൽഡിംഗ് കൊളാപ്സ്, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ഇലക്ട്രിക്കൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വില്ലേജ് ഫയർ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 5-6 നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു വെക്കണം. എന്നിട്ട് ഓരോന്നിനെയും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകണം. ദെൻ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ താഴെ നിന്ന് വരാൻ തോന്നുന്നു, കുറച്ചും കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഫുഡ് പോയിസണിങ്. ഇപ്പം കേരളത്തിൽ അടുത്ത കാലത്ത് ഈ മഞ്ഞപ്പിത്തങ്ങളും മറ്റൊക്കെ വളരെ വ്യാപകമായിട്ട് ബാധിച്ചത്. ഇപ്പൊ അടുത്തൊരു പഞ്ചായത്തില് ഒരു കല്യാണ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ കല്യാണ വീട്ടിൽ പങ്കെടുത്ത ഏകദേശം 80ഓളം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു. അപ്പോൾ കാരണം എന്താണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റിസൾട്ട് പറയുന്നത് അവിടെ അവർ കുടിച്ചിട്ടുള്ള വെള്ളത്തിലാണത് ഇതിന്റെ രോഗകാരികളുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് അതെന്താണ്, അതൊരു ഫുഡ് പോയിസണിങ് ആണ്, അവിടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പോയിസണിങ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന പെസ്റ്റ് അറ്റാക്ക്, ഈ കീടനാശിനികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഡിസാസ്റ്ററുകൾ. എപ്പിഡമിക്സ് എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ, ഏത് രൂപത്തിലുള്ളതും. ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് അതിനെ കോമൺ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ എപ്പിഡമിക്സും പെസ്റ്റ് അറ്റാക്കും ഫുഡ് പോയിസണിങ്ങും ഇതിനകത്ത് ഓർത്തു വെക്കാം. ഇപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്താണ്, വീണ്ടും ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. നമ്മൾ ഡിഗ്രി ആണല്ലോ പഠിക്കുന്നത്, അപ്പം കുറച്ചും കൂടെ വലിയ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു. അപ്പോഴും നമുക്ക് അറിയാത്തൊന്നും ഇവിടെ പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്ററിൽ നമുക്ക് അറിയുന്ന 5-6 ഉണ്ട്. ജിയോളജി എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എർത്തേക്ക്, ലാൻഡ്സ്ലൈഡ് ഓൾറെഡി ഓർമ്മ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ ഡാം ഫെയിലിയർ കൂടെ ഓർത്ത് വെക്കാം. കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ്. ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സിനകത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഈ തീകളൊക്കെ പടർന്ന പോലെ പെട്ടെന്ന് സംഭവിക്കുന്നത്, കൊളാപ്സ്, ബോംബ് ബ്ലാസ്റ്റ്, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ഇതൊക്കെ എന്താണ് ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് പെടുന്നതാണ്. ദെൻ ബയോളജിക്കൽ ഡിസാസ്റ്ററിനകത്ത് എപ്പിഡമിക്സ്, പെസ്റ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ ഫുഡ് പോയിസണിങ്. ഞാൻ എല്ലാം കൂടെ വിശദീകരിക്കാത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നത് പറയാ എന്നുള്ളത് കൊണ്ടാണ്. ദെൻ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ട് സംഭവിക്കുന്ന, ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന പദം നിർബന്ധമായിട്ടും അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഇവന്റ് caused by human activity that result in significant damage, loss of life and disruption of normal life. These disasters can be intentional, like act of terrorism, and അതുപോലെ industrial accident. They can be sudden and catastrophic or slow moving and lasting. ഇത് man-made disasters എന്ന് പറയുന്നത് ഒരു events caused by human activity എന്നുള്ളതാണ്. മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെടുന്ന ഇവന്റുകൾ, പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെടുന്ന ഡാമേജുകൾ, ഇവന്റുകൾ, അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ദാറ്റ് റിസൾട്ട് സിഗ്നിഫിക്കന്റ് ഡാമേജ്, വളരെ വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന, മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെ ഉണ്ടാകുന്ന. അവിടെ മാൻ മെയ്ഡ് എന്നുള്ള ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും,
നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന വാക്കിൽ നമുക്ക് പറയുന്നത് പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന ഡിസാസ്റ്ററുകൾ, നമുക്ക് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. അതേ സമയത്ത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ആണ്, മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഡിസാസ്റ്ററുകൾ. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഇവന്റ്സ് കോസ്ഡ് ബൈ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കന്റ് ഡാമേജ്, ലോസ് ഓഫ് ലൈഫ്, ഡിസ്ട്രപ്ഷൻ ഓഫ് നോർമൽ ലൈഫ്. അത് മനുഷ്യന്റെ നോർമൽ ലൈഫ് പാറ്റേണിനെയും അതുപോലെ തന്നെ ഒരുപാട് ജീവനുകളെയും ഒരുപാട് ഡാമേജുകളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഇവന്റുകളെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ചില എക്സാമ്പിൾസ് കൂടെ എഴുതി കഴിഞ്ഞാൽ എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ളത് കംപ്ലീറ്റ് ആവും. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണത്, ഒന്ന് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്. ഇൻഡസ്ട്രി ആരാണ് ഉണ്ടാക്കിയത്? മനുഷ്യനാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. കെമിക്കൽ സ്പിൽ, അതുപോലെ തന്നെ ഓയിൽ സ്പിൽ, വസ്തുക്കൾ പുറത്തേക്ക് എന്ത് ചെയ്യാം, ചോർന്നു പോവുക. അതുപോലെ തന്നെ ഓയിൽ സ്പിൽ, ഓയിൽ ചോർന്നു പോവുക. ദെൻ ന്യൂക്ലിയർ ആക്സിഡന്റ്, നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ നടക്കുന്ന അപകടങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിന്റെ ഉദാഹരണമാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് വീണ്ടും പറയാണ്, നിങ്ങൾ SC ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇതിങ്ങനെ ശരിക്കും ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് നമുക്ക് എഴുതുന്ന സമയത്ത് വളരെ ഒറ്റ പാരഗ്രാഫിനകത്ത് ആൻസർ കഴിയും. അപ്പൊ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, വിശദീകരിച്ചുകൊണ്ട് ഓരോന്നും ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് എന്താണ്, ഇപ്പൊ കെമിക്കൽ സ്പിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾ കൊടുക്കാം. അപ്പം ന്യൂക്ലിയർ ആക്സിഡന്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫുക്കുഷിമയിലെ ദുരന്തം കൊടുക്കാം. ജപ്പാനിലെ ഫുക്കുഷിമയിൽ നടന്നിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറിലെ ആക്സിഡന്റ് കൊടുക്കാം. അതുപോലെ കെമിക്കൽ സ്പില്ലിനകത്ത് നിങ്ങൾക്ക് ഭോപ്പാലിലെ മീഥൈൽ ഐസോസൈനൈഡ് കൊടുക്കാം. യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് മീഥൈൽ ഐസോസൈനൈഡ് ചോർന്നിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം, അതിനെ നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ മറ്റൊന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഗതാഗതമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരന്തങ്ങൾ. അതിനകത്ത് നമുക്ക് ഈ പ്ലെയിൻ ക്രാഷസ്, ട്രെയിൻ, അതുപോലെ തന്നെ കാർ, അതായത് റോഡ് മാർഗം, അതുപോലെ തന്നെ ഈ ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ദുരന്തങ്ങൾ. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആക്സിഡന്റുകൾ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട ആക്സിഡന്റുകൾ, അതിന്റെ ചില ഉദാഹരണങ്ങളും മറ്റൊക്കെ കൊടുക്കുന്നു. ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് സൈബർ അറ്റാക്ക്. ഇപ്പം ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് എന്ത് ചെയ്യുന്നു, സൈബർ സെൽ ടീം വന്നിട്ട് ഒരു ടീം വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു, സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ഒരു ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സിലെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റർ. ഓയിൽ സ്പിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എൻവയോൺമെന്റിനെ ബാധിക്കും. ന്യൂക്ലിയർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അത് എൻവയോൺമെന്റിനെ ബാധിക്കും. ഡിഫോറസ്റ്റേഷൻ, അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ്. കാട് വെട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ദെൻ വാർ ആൻഡ് സിവിൽ കോൺഫ്ലിക്റ്റ്, അതൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. യുദ്ധങ്ങൾ, അതുപോലെ തന്നെ പൗരന്മാർ തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഒരു രാജ്യത്തെ സംഘർഷങ്ങൾ, ഇതൊക്കെ എന്താണ്, മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ്. ഇവന്റ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കന്റ് ഡാമേജ്, ലോസ് ഓഫ് ലൈഫ് ഓർ ഡിസ്റപ്ഷൻ ടു ഹ്യൂമൻ നോർമൽ ലൈഫ് എന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുകയും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ദേ ക്യാൻ ബി സഡൻ ആൻഡ് കാറ്റസ്ട്രോഫിക് ഓർ സ്ലോ മൂവിങ് ലോങ് ലാസ്റ്റിംഗ്. അതായത് ചിലത് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടാവും, വളരെ വേഗത്തിൽ സംഭവിക്കുന്നുണ്ടാവും. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ് ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല ദുരന്തങ്ങളും വളരെ വേഗത്തിൽ നടക്കുന്ന ദുരന്തമായിരിക്കും. അപ്പം ഇതിന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചിലത് ഒരുപാട് കാലങ്ങൾ എടുത്തുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ന്യൂക്ലിയർ ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കാലത്തേക്ക്, ഇപ്പം എൻഡോസൾഫാൻ നിരോധിക്കുകയും അത് ബാൻ ചെയ്ത് കുറെ കാലം കഴിഞ്ഞു ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ദുരന്തങ്ങളാണ് പലപ്പോഴും അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യനിർമ്മിത ദുരന്തമാണല്ലോ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, കീടനാശിനികൾ തളിക്കുന്നു. നമ്മൾ നേരത്തെ പെസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നതിൽ വിടുന്നതാണ്. കീടനാശിനികൾ തളിക്കുന്നു, അത് അവിടുത്തെ മണ്ണിലും ജലത്തിലേക്ക് വരുന്നു, അത് അവിടുത്തെ ഭക്ഷണത്തിലേക്ക് കലരുന്നു, അവിടെ ശരീരങ്ങളിലേക്ക് അത് കലരുന്നു. ഇത് കലർന്നതിന് ശേഷം അവരിൽ പിന്നെ ഉണ്ടാകുന്ന ഒരുപാട് തലമുറകളിലേക്ക് അതിന്റെ ജനിതക വൈകല്യങ്ങൾ ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ജനിതക വൈകല്യങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും കാലങ്ങൾ നീണ്ടുനിന്ന ദുരന്തങ്ങൾ ഉണ്ടാക്കും. അപ്പൊ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതില് ചില എക്സാമ്പിൾസ്,
മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഓരോന്നും ജസ്റ്റ് ഒന്ന് വിശദീകരിക്കണം. അപ്പൊ നിങ്ങൾ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എഴുതിയിട്ട് നേരത്തെ എഴുതിയിട്ടുള്ള ഡെഫിനിഷൻ എഴുതുന്നു, ആ എക്സാമ്പിൾസ് ഒന്നിച്ചെഴുതുന്നു, എന്നിട്ട് ഓരോന്നും ഫാമിൻസ് എന്ന് പറയുന്നത് നമ്മൾ പട്ടിണി എന്നുള്ളതാണ്. പട്ടിണി, ഈ വൈഡ് സ്പ്രെഡ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതുപോലെ അത് വിശപ്പ്, മാൽന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ ആൻഡ് ഡെത്ത്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ പട്ടിണി കൊണ്ടുണ്ടാകുന്നതാണ് എന്ത്, ഒന്ന് വിശപ്പുണ്ടാകും, മാൽന്യൂട്രീഷൻ ഉണ്ടാകും, ന്യൂട്രീഷ്യൻസിന്റെ കുറവുണ്ടാകും, സ്റ്റാർവേഷൻ, അതുപോലെ തന്നെ ഡെത്ത്, ഇതൊക്കെ എന്താണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പട്ടിണി ഉണ്ടാവാം നമുക്ക്. അപ്പം അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഡ്രോട്ട് ആൻഡ് അതർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഒരു വരൾച്ചയോ അതുപോലെയുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവിടെ നിന്നുണ്ടാകാം പട്ടിണി ഉണ്ടാകും, കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും വളരാതിരിക്കുക, അങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് അവിടേക്ക് ഫുഡും മറ്റു കാര്യങ്ങളും എത്താതിരിക്കുമ്പോഴേക്കും എന്തുണ്ടാവാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. വാർ ആൻഡ് സിവിൽ കോൺഫ്ലിക്റ്റ്, നമ്മൾ പലസ്തീനിലും ഗസയിലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാരണം, റീസൺ ആണ്. എക്കണോമിക് ദാരിദ്ര്യവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ദെൻ ക്രോപ്പ് ഫെയിലിയർ ഡ്യൂ ടു ഡിസീസ് ഓർ പെസ്റ്റ്, ഈ വിളകൾ നശിക്കുക, ഏതെങ്കിലും കാരണത്താൽ എന്ത് ചെയ്യാം, വിളകൾ നശിക്കുന്ന കാരണം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും, ഈ ഭക്ഷണത്തിന്റെ കുറവ് സംഭവിക്കാം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫുഡ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഫാമിൻ എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ജലത്തിന്റെ ലഭ്യത കുറവ്. ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ, ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, വേറെ സ്ഥലത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും അവിടെ നിന്ന് കൂട്ടമായിട്ട് പലായനം ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. രണ്ട് രൂപത്തിൽ ഉണ്ടാവും ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ. ഇതൊരു ഡിസാസ്റ്റർ ആണ് ശരിക്കും. അതൊന്ന് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്, റെഫ്യൂജീസ്, അതുപോലെ തന്നെ റെഫ്യൂജീസ്. ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൽ തന്നെ, ഇപ്പം കേരളത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നെങ്കിൽ രാജ്യത്തിനകത്ത് നിന്നുള്ള മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. മറ്റൊന്ന് റെഫ്യൂജീസ് എന്ന് പറയുന്നത് അവരുടെ രാജ്യങ്ങൾ, മറ്റൊരു കൺട്രീസിൽ അഭയാർത്ഥികൾ എന്നുള്ളതാണ്. അവരുടെ രാജ്യത്ത് അഭയമില്ലാതെ വേറെ ഒരു രാജ്യത്ത് അഭയം തേടിക്കൊണ്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും പ്രധാനമാണ്. അപ്പം ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്, അതായത് പീപ്പിൾസ് ഹു ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ലീവ് ദെയർ ഹോം ബട്ട് റിമെയിൻ വിത്തിൻ ദെയർ ഓൺ കൺട്രി. അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്, പക്ഷെ എന്താണ്, അവരുടെ രാജ്യത്തിന് എന്താണ്, വീണ്ടും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അവർക്ക് താമസിക്കാൻ സ്പേസ് ഉണ്ട്. മറ്റൊന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ, മ്യാൻമറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. പലസ്തീനിൽ നിന്ന് മറ്റൊക്കെ ഒരുപാട് ആളുകൾ തുർക്കിയിലേക്ക് മറ്റൊക്കെ പോകുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ റെഫ്യൂജീസ് എന്നാണ് പറയുക, അഭയാർത്ഥികൾ. ഇനി അതൊരു പാരിസ്ഥിതിക ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അഭയാർത്ഥികളാണെങ്കിലോ നമ്മൾ അവരെ എൻവയോൺമെന്റൽ റെഫ്യൂജീസ് എന്ന് പറയും. പാരിസ്ഥിതിക അഭയാർത്ഥികൾ എന്നൊരു പേരിലാണ് അതിനറിയപ്പെടുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻസ്. ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വ്യോമ മാർഗവും കരമാർഗവും ഒക്കെയുള്ള ഗതാഗത സംവിധാനത്തിൽ നടക്കുന്ന വേൾഡ് വൈഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, റെഗുലർലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ത് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഇതിൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാം, ഗുഡ്സ് ആൻഡ് ഇതിന് ഒരുപാട് നമ്മുടെ വസ്തുക്കൾക്ക് മറ്റൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാം, മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവാം. അത് നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഇൻഡസ്ട്രി, വർക്ക് പ്ലേസിലാണ് ശരിക്കും ഇത്തരം ആക്സിഡന്റുകൾ ഉണ്ടാവുക. വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ് എന്ന് പറയുന്നത് ഒന്ന് കെമിക്കൽ സ്പിൽസ്, അതായത് ഈ രാസവസ്തുക്കളൊക്കെ പുറത്ത് ചോർന്നു പോകുന്നതും മറ്റുമായി ബന്ധപ്പെട്ടത്. എക്സ്പ്ലോഷൻസ്, ചില പൊട്ടിത്തെറികൾ അതിനകത്തുണ്ടാകുന്ന. മെഷീനറി ആക്സിഡൻസ്, ഓരോ മെഷീനകത്ത് കൊടുക്കുന്നതോ മറ്റൊക്കെ ആയി ബന്ധപ്പെട്ട് മെഷീനറി ആക്സിഡൻസ് നടക്കാം. ദെൻ മറ്റൊന്ന് പറയുന്നത് ഫയർസ്,
തീ പടരുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ കുവൈറ്റിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിനെ കുറിച്ച് നമുക്കറിയാലോ. ഒരു തൊഴിൽ ലേബർ പ്ലേസിനകത്ത് സംഭവിച്ച വലിയ ദുരന്തത്തെ കുറിച്ച് നമ്മൾ പത്രത്തിലും മറ്റൊക്കെ വായിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ് അതിന്റെ സംഭവം പറയുന്നത്? ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പറ്റുന്ന ചില ദുരന്തങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഡെത്ത് ആസ് വെൽ ആസ് എൻവയോൺമെന്റൽ ഡാമേജ്. എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറികൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും എന്താണ് ഇഷ്ടംപോലെ മരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട്. ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ടോട്ടലി പറയാനുള്ളത്. ടോട്ടലി ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് ദുരന്തം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ദുരന്തം, അതുപോലെ മീനിങ്, ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റർ, അതുപോലെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ, അതുപോലെ അതിന്റെ മറ്റു ക്ലാസിഫിക്കേഷൻസ്. അതിനകത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ ഓരോന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് അറിയുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് അതിനകത്ത് പോകാത്തത്. ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് ഫ്ലഡ് ആണ്. ഫ്ലഡ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കമാണ്. ഒരു വാട്ടറിന്റെ ഓവർഫ്ലോക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വെള്ളപ്പൊക്കം. ഫ്ലഡ് ഓക്കേഴ്സ് വെൻ വാട്ടർ ഓവർഫ്ലോസ് ഇൻ ടു ലാൻഡ് ദാറ്റ് നോർമലി ഡ്രൈ. അതായത് ഒരു നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരു ലാൻഡിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, വെള്ളത്തിന്റെ ഒരു ഓവർ ഫ്ലോ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ഹെവി റെയിൻ ആയിരിക്കും, വലിയ അതിതീവ്രമായിട്ടുള്ള മഴയാവും, അല്ലെങ്കിൽ മഞ്ഞ് അതിശക്തമായിട്ട് ഉരുകുന്ന ഭാഗമായിട്ട് ഇത്തരത്തിന്റെ ഭാഗമായിട്ടൊക്കെ എന്തുണ്ടാവാം, ഫ്ലഡ് ഉണ്ടാവാം. പിന്നെ എർത്ത് എന്ന് പറയുന്നത് സഡൻ ആൻഡ് വയലന്റ് മൂവ്മെന്റ് ഓഫ് ദി എർത്ത് സർഫസ്. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുക, എർത്ത് എന്ന് പറയാം. അപ്പം അതായത് നമ്മൾ പ്ലേറ്റ് ടെക്നോണിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ പ്ലേറ്റുകൾ തമ്മിലുണ്ടാകുന്ന ഈ കൂട്ടിമുട്ടലുകൾ, പ്ലേറ്റുകൾ തമ്മിലുണ്ടാകുന്ന കൂട്ടിമുട്ടലുകളും മറ്റുമൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുക. ചുഴലിക്കാറ്റുകൾ, ടൊർണാഡോസ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് കോളംസ് ഓഫ് എയർ ദാറ്റ് ഡിസെൻഡ് ഫോം ഓഫ് ടെമ്പർ സ്റ്റോംസ്. അതായത് നമ്മള് ഈ ചുഴലിക്കാറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സൈക്ലോൺസും മറ്റുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആയിട്ടാണ് ഇവിടെ ഇതിനകത്ത് എണ്ണുന്നത്. സൈക്ലോൺസും ടൈഫോൺസും ഒക്കെ രണ്ട് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് എണ്ണുന്നത്. രണ്ടിന്റെയും ശൈലിയിൽ മാറ്റം ഉണ്ടാവും. ദെൻ വൈൽഡ് ഫയർ എന്ന് പറയുന്നത് കാട്ടുതീയാണ്. കാട്ടുതീ എന്ന് ഉദ്ദേശിക്കുന്നത് വൈൽഡ് ഫയർ ആർ അൺകൺട്രോൾഡ് ഫയർ ദാറ്റ് ബേൺ ഇൻ നാച്ചുറൽ ഏരിയാസ്. അതായത് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, തീ പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, വൈൽഡ് ഫയർ എന്ന് പറയാം. ദെൻ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ. എല്ലാ അഗ്നിപർവ്വതങ്ങളും പൊട്ടിത്തെറിക്കുന്നതായിരിക്കില്ല, എന്നാൽ ചില അഗ്നിപർവ്വതങ്ങളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനിക് എറപ്ഷൻസ് occurs when magma or molten rock erupts from earth crust. എർത്ത് ക്രസ്റ്റിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് വരുന്ന ഒരു സിസ്റ്റം, അത് പുറത്തു വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അത് ലാവായിട്ടും മറ്റുമൊക്കെ മാറും. സുനാമി എന്ന് പറയുന്നത് ലാർജ് വേവ് ജനറേറ്റർ അണ്ടർ വാട്ടർ എർത്ത് കേക്സ്, വോൾക്കാനിക് എറപ്ഷൻ ഓർ ലാൻഡ് സ്ലൈഡ്സ്. അണ്ടർ വാട്ടറിനകത്ത് ഭൂമി, ഈ വെള്ളത്തിനടിയിൽ നടക്കുന്ന ലാൻഡ് സ്ലൈഡ്, എർത്ത് കേക്ക് അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വലിയ തിരകൾ പുറത്തേക്ക് വരുന്നതിനാണ്, ജനറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സുനാമി എന്ന് പറയുന്നത്. ഡ്രോട്ട് എന്ന് പറയുന്നത് വരൾച്ചയാണ്. അബ്നോർമലി ഡ്രൈ എന്നാണ് ഇതിനകത്ത് പറയുന്നത്, അബ്നോർമലി ഡ്രൈ. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഉരുൾപൊട്ടലുകളാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് മാത്രം. ഹീറ്റ് വേവ്സ്, മറ്റൊക്കെ ബ്ലിസാർഡ്സ്, ദെൻ ഹീറ്റ് വേവ് പോലെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതിന്റെ ഭാഗത്ത് പറയാനുള്ളത്. അപ്പം ഈ ചാപ്റ്ററിനകത്ത് ടോട്ടൽ നമ്മൾ എന്താണ് മീനിങ് ഓഫ് ഡിസാസ്റ്റർ, ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആൻഡ് അതർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതിനകത്താണ് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ആക്സിഡന്റൽ ഡിസാസ്റ്റേഴ്സ്, കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പിന്നെ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ വളരെ പ്രധാനമാണ്, കാരണം ഇനിയുള്ള
ഇതിനകത്ത് പറയുന്ന എല്ലാ ചാപ്റ്ററിന്റെയും ഇൻട്രോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററാണ്. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള ഓരോ ചാപ്റ്ററിലും ഇതിലുള്ള ഓരോ എലമെന്റുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും, അത് ഈസി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.